ഹലോ ഓൾ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കേരള പി എസ് അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തെർമൽ എഞ്ചിനീയറിംഗിൻ്റെ റിവിഷൻ സീരീസിൻ്റെ പാർട്ട് 2 ആണ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് തെർമോഡൈനാമിക് സൈക്കിൾസ് ആണ്. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതും പി എസ് സിക്ക് പല പ്രാവശ്യമായിട്ട് ചോദിച്ചതായിട്ടുള്ള കുറച്ച് തെർമോഡൈനാമിക് സൈക്കിൾസിനെ പറ്റി നമുക്ക് പറയാം. ഓക്കെ, ആദ്യം വരുന്നതാണ് സൈക്കിൾസ് അല്ല, തെർമോഡൈനാമിക് ലോസ് ആണ്. ആദ്യത്തെ നമുക്ക് ഏത് ലോ ആണ്? ബോയിൽസ് ലോ അല്ലേ? ബോയിൽസ് ലോന്നും ബോയിലീസ് ലോന്നും ഒക്കെ പഠിക്കാറുണ്ട്. ബോയിൽസ് ലോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഞാൻ കുറച്ച് ജാർഗൺസ്, എളുപ്പമുള്ള കുറച്ച് ഷോർട്ട് കട്ട്സ് ഞാൻ പറഞ്ഞുതരാം. ബോട്ട് എന്ന് പഠിക്കുക. ബോട്ട് നമ്മൾ ഇപ്പോൾ പബ്ജി കളിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് അറിയാം. എന്നുണ്ടെങ്കിൽ ബോട്ട് എന്ന് പറയുന്നത് എന്താണ്? ബോ-ടി. അപ്പോൾ ബോയിൽസ് ലോ വരുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ഓർത്തോളാം. ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. ഈ തെർമൽ ലോസ് എല്ലാം ഡിറൈവ് ചെയ്യുന്ന പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. അതിൽ എന്നും ആറും കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ പി വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി, അല്ലെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു ടി എന്ന് പറയുമ്പോൾ തൽക്കാലം എഴുതാം, ഇങ്ങനെയല്ല. പക്ഷേ പി വി ഈസ് ഈക്വൽ ടു ടി എന്ന് എഴുതാം. അപ്പോൾ അതിനകത്തിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ആയി. അപ്പോൾ അതിനകത്ത് എന്താ? പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ പി വൺ വി വൺ ഈസ് ഈക്വൽ ടു പി ടു വി ടു, അല്ലെങ്കിൽ എന്താ? പി വൺ ബൈ വി ടു ഈസ് ഈക്വൽ ടു അല്ലേ? പി വൺ ബൈ പി ടു, അല്ലെങ്കിൽ പി വൺ ബൈ പി ടു ഈസ് ഈക്വൽ ടു വി ടു ബൈ വി വൺ. നമുക്ക് ഓർത്തോളുക, ഈ ബോയിൽസ് ലോ എന്ന് പറഞ്ഞ് തരുന്നത് ഇതിനകത്ത് ഏതിലൊരെണ്ണമായിരിക്കും. നമ്മൾ ഇത് മാത്രം പഠിച്ചിരിക്കുക. എന്താണ്? ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് മാത്രം പഠിച്ചിരിക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റൻ അത് ഇട്ട് കൊടുക്കുക. അന്നേരം പെട്ടെന്ന് അതിൽ കാണാൻ പഠിക്കാൻ നിൽക്കേണ്ട, ഒരു ലോയും കാണാൻ പഠിക്കാൻ നിൽക്കേണ്ട. ഓക്കെ, അപ്പോൾ ബോയിൽസ് ലോ പറഞ്ഞ എന്താണ്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പി വൺ വി വൺ ഈസ് എ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതാണ് ബോയിൽസ് ലോ. അടുത്ത് വരുന്നതാണ് ചാൾസ് ലോ. ചാൾസ് ലോ എന്താണ്? ചാൾസ് ലോ പറയുന്നത് ചാപ്പി എന്ന് ഓർക്കുമോ? ചായ കാപ്പി നമ്മൾ പഠിക്കുമല്ലോ, ചാപ്പി. ചായ വേണോ മോനെ, കാപ്പി വേണോ? ചാപ്പി വേണം. ആ ചാപ്പി. അപ്പോൾ ചാൾസ് ലോ പി കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പം പി വി സി ഈക്വൽ ടു ടി എന്നുള്ളതല്ലേ? അപ്പോൾ അതിനകത്ത് പി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എന്തും ടി ബൈ വി ഈസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ? ഈ വി പുറത്ത് പോകുമ്പോൾ ടി ബൈ വി ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഗീവ്സ് ടി വൺ ബൈ വി വൺ ഈസ് ഈക്വൽ ടു ടി ടു ബൈ വി ടു. അപ്പോൾ അതിൽ നിന്ന് എഴുതാം വി ടു ബൈ വി വൺ ഈസ് ഈക്വൽ ടു ടി ടു ബൈ ടി വൺ എന്ന് എഴുതാം. അപ്പം ഓർത്തോളുക, എന്താണ്? ചാൾസ് ലോ പി ഈസ് എ കോൺസ്റ്റൻറ്റ്, ചാപ്പി. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും. ഇതാണ് ചാൾസ് ലോ, വേറെ ഒന്നുമില്ല. അടുത്ത വരുന്നതാണ് ഗേ-ലൂസാക്സ് ലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഗേ-ലൂസാക്സ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ഗവി അല്ലേ? ഗവി. അപ്പോൾ വി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ വി ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പം പി വി ഈസ് ഈക്വൽ ടു ടി. വി ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ടി ബൈ പി ഈസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ? ടി വൺ ബൈ പി വൺ ഈസ് ഈക്വൽ ടു ടി ടു ബൈ പി ടു. അപ്പോൾ അതിനകത്ത് ടി വൺ ബൈ ടി ടു ഈസ് ഈക്വൽ ടു പി വൺ ബൈ പി ടു. അതാണ് ഗേ-ലൂസാക്സ് ലോ. ഇത് ആക്ച്വലി ഇത് നമ്മൾ ഈ സെയിം സാധനം തന്നെ, അതായത് പി വൺ ബൈ ടി വൺ ഈസ് ഈക്വൽ ടു പി ടു ബൈ ടി ടു എന്നുള്ള ഈ ഇക്വേഷൻ തന്നെയാണ് എന്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഏതാ? ഗേ-ലൂസാക്സ് ലോ തന്നെയാണ് നമ്മുടെ റെഗ്നോൾഡ്സ് ലോ അല്ലേ? റെഗ്നോൾഡ്സ് ലോ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ഗേ-ലൂസാക്സ് ലോ. ഓക്കെ, അടുത്തതാണ് ജൂൾസ് ലോ. അപ്പോൾ ജൂൾസ് ലോ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഇതൊന്നും ഇനി അതുമായിട്ട് വലിയ ബന്ധമില്ല. നമ്മുടെ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്നുള്ളത്, അതിനകത്ത് 3 നമ്മൾ കോൺസ്റ്റൻ്റ് ആയി പോയി അല്ലേ? അപ്പം നമ്മൾ ഒന്നുകൂടെ അത് പറയാം. ബോട്ട്. അപ്പം ബോയ്സ് ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ചാൾസ് ലോയിൽ പ്രഷർ കോൺസ്റ്റൻറ്റ്, ഗേ-ലൂസാക്സ് ലോയിൽ വി കോൺസ്റ്റൻറ്റ്. ഓക്കെ, അടുത്തതാണ് ജൂൾസ് ലോ. ജൂൾസ് ലോ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല. ഐഡിയൽ ഗ്യാസ് ഇൻറ്റേർണൽ എനർജി, ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി യു, ഓക്കെ, ഈസ് ഡിപ്പെൻഡൻറ്റ് ഒൺലി ഓൺ ടെമ്പറേച്ചർ. ഓർത്തോളാം, യു ഈസ് ഡിപ്പെൻഡൻറ്റ് ഒൺലി ഓൺ ടെമ്പറേച്ചർ എന്നാണ് ജൂൾസ് ലോ പറഞ്ഞത്. ജൂൾസ് ലോ അപ്പം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ജൂൾസ് ലോ എന്ന് പറയുമ്പം എന്താണ്? ഇൻറ്റേർണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഒൺലി ഫോർ എ ഐഡിയൽ ഗ്യാസ്. ഇതാണ് എന്ത് ജൂൾസ് ലോ പറഞ്ഞത്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് പി ആൻഡ് വി, പിയും വിയും ആയിട്ടൊരു ബന്ധമില്ല. ഇറ്റ്സ് ഒൺലി ഡിപ്പെൻഡിങ് ഓൺ ടെമ്പറേച്ചർ എന്നുള്ളതാണ് ജൂൾസ് പറഞ്ഞത്. അപ്പോൾ അടുത്ത എന്താണ്? അവഗാഡ്രോ എന്താ പറഞ്ഞത്? അവഗാഡ്രോ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഒരു ഈക്വൽ വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിനതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസേ ഉണ്ടാകത്തുള്ളൂ. ആ അവഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പോൾ 6 × 10⁻23 അല്ലേ? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാകത്തുള്ളൂ. ഇത് ഈ പറഞ്ഞാണ് അവഗാഡ്രോ. ഇതാണ് അവഗാഡ്രോ പറഞ്ഞത്. ഓക്കെ, ഇത്രയാണ് തെർമൽ ലോസ്.
ഇനി അടുത്ത വരുന്നതാണ് തെർമോഡൈനാമിക് ലോസ്. തെർമോഡൈനാമിക് ലോസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈസി ആയിട്ടൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണ്? ABC ലോ എന്ന് പറയും. ഇഫ് A and B are in thermal equilibrium and if A and C are in thermal equilibrium, then B and C are also in thermal equilibrium. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ബേസിസ് ഓഫ് ടെമ്പറേച്ചർ മെഷർമെൻറ്റ്. ബേസിസ് ഓഫ് ടെമ്പറേച്ചർ മെഷർമെൻ്റ് ആണ് എന്ത്? 0th ലോ. ഓക്കെ, അതാണ് ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻസും സിഗ്നിഫിക്കൻസും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ABC ലോ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, 0th ലോ, അത് എല്ലാവർക്കും അറിയാം. അതാണ് ബേസിസ് ഓഫ് ടെമ്പറേച്ചർ മെഷർമെൻറ്റ്. അടുത്ത വരുന്നതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ലോ എന്ന് പറയുമ്പോൾ ലോ ഓഫ് കൺസർവേഷൻ അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ. ലോ ഓഫ് കൺസർവേഷൻ എന്ന് പറയുമ്പോൾ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? DQ ഈസ് ഈക്വൽ ടു DU പ്ലസ് DW. DQ ഈസ് ഈക്വൽ ടു DU പ്ലസ് DW. അതായത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അതിൻ്റെ ഇന്ത്യൻ എനർജിയും വർക്കുമായിട്ടേ പോകുന്നുള്ളൂ, അല്ല ഹീറ്റ് നമ്മളെങ്ങും എങ്ങും നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മളൊരു ഹീറ്റ് ഒരു ബോഡിക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ വർക്കായിട്ടും അതിൻ്റെ ഇന്ത്യൻ എനർജി ആയിട്ടും അതിനതിൽ അബ്സർവ് ആയി പോകത്തേ ഉള്ളൂ. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ കൊറോളറി എന്ന് വേണമെങ്കിൽ പറയാം എന്താണ്? PMM1. ഓർത്തോളുക, ഫസ്റ്റ് ലോയുടെ ആണ് PMM1. PMM1 എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, എ എൻജിൻ കനോട്ട് ഗീവ് വർക്ക്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കൊടുക്കാൻ പറ്റും. കണ്ടിന്യൂസ്ലി ഗീവിങ് വർക്ക് വിത്തൗട്ട് എനി എനർജി ഡിസിപ്പേഷൻ. എന്താണ് ഇവിടെ ഒരു എനർജി കൊടുക്കാതെ ഒരു വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടുന്നൊരു മെഷീനാണ് എന്ത്? PMM1. ഓക്കെ, വർക്ക് ഗീവിങ് വർക്ക് വിത്തൗട്ട് എനി എനർജി ഡിസിപ്പേഷൻ. എനർജി ഒന്നും കുറയാതെ വർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണ് നമ്മൾ PMM1. PMM1 ഈസ് നോട്ട് പോസിബിൾ എന്ന് പറയുന്നതാണ് എന്ത്? ഫസ്റ്റ് ലോ. അപ്പോൾ PMM1 ഫസ്റ്റ് ലോ ഓർത്തോളാം. PMM1 ഫസ്റ്റ് ലോ. അപ്പോൾ സെക്കൻഡ് ലോ. സെക്കൻഡ് ലോയ്ക്ക് എന്താണ്? സെക്കൻഡ് ലോയ്ക്ക് എപ്പോഴും രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അല്ലേ? രണ്ട് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ കെൽവിൻ പ്ലാങ്കും പിന്നെന്താണ്? ക്ലോഷ്യസും. കെൽവിൻ പ്ലാങ്ക്, ക്ലോഷ്യസ്, അതിന് നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട്. എന്താണ്? ക്ലോഷ്യസ് എന്ന് പറയുമ്പം ഒരു പേരേ ഉള്ളൂ അല്ലേ? കെൽവിൻ പ്ലാങ്ക് എന്ന് പറയുമ്പോൾ 2 പേരുണ്ട്. 2 പേരുള്ളടത്ത് ഒരു ഇത് എന്താണ്? ഒരു റിസർവോയർ, ഹീറ്റ് എൻജിൻ, ഡൂയിങ് വർക്ക്. ഓക്കെ, ഒരു റിസർവോയർ, ഹീറ്റ് എൻജിൻ, ഡൂയിങ് വർക്ക്. അപ്പം വേറൊരു ഇല്ല. അപ്പം എന്താ? 100% വർക്ക്. അതായത് ഇവിടുന്ന് ഒരു Q1 കിട്ടുന്നുണ്ടെങ്കിൽ വർക്ക് ഈസ് ഈക്വൽ ടു Q1. 100% വർക്ക് എന്നുള്ളതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇത് ഇങ്ങനെ നടക്കുന്നില്ല കേട്ടോ, ഇത് നടക്കില്ലെന്ന് ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറയുന്നതാണ് കെൽവിൻ പ്ലാങ്ക്. അടുത്ത ക്ലോഷ്യസ് പറയുന്നത് എന്താണ്? ക്ലോഷ്യസ് അപ്പം ഒറ്റ പേരല്ല, അപ്പം 2 ഇതുണ്ട്. എന്തുണ്ട്? ടെമ്പറേച്ചർ 1, ടെമ്പറേച്ചർ 2. വിത്തൗട്ട് ഗീവിങ് എനി വർക്ക് ലോ ടെമ്പറേച്ചറിൽ നിന്നും ഹൈ ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ലോ ടെമ്പറേച്ചറിൽ നിന്നും ഹൈ ടെമ്പറേച്ചറിലേക്ക് നമുക്കൊരു ഹീറ്റ് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? വിത്തൗട്ട് ഗീവിങ് എനി വർക്ക് ലോ ടെമ്പറേച്ചറിൽ നിന്നും ഹൈ ടെമ്പറേച്ചറിലേക്ക്. ഓക്കെ, ഇത് ഹൈ ടെമ്പറേച്ചർ അങ്ങനെ തന്നെ എഴുതാം. ഹൈ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചറിൽ നിന്നും ഹൈ ടെമ്പറേച്ചറിലേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് അത് ക്ലോഷ്യസ്. അപ്പോൾ ക്ലോഷ്യസ് പറയുന്നതിന് അതിൽ, അപ്പോൾ അതാണ് എളുപ്പമാർഗ്ഗം. ക്ലോഷ്യസ് പറയുന്നതിന് അതിൽ 2 എണ്ണം ഉണ്ട്. എന്താ? ക്ലോഷ്യസ് എന്നുള്ള പേരൊന്നേ ഉള്ളൂ, അപ്പം 2 റിസർവോയേഴ്സ് ഉണ്ട്. കെൽവിൻ പ്ലാങ്ക് എന്ന് പറയുമ്പോൾ 2 പേരുണ്ട്, അപ്പം ഒരു റിസർവോയറേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത് പറ്റില്ല എന്ന് പറയുന്നതാണ് അത്. കെൽവിൻ പ്ലാങ്ക് പറയുന്നത് ഇത് പറ്റില്ലെന്നും ക്ലോഷ്യസ് പറയുന്നത് ഇത് പറ്റില്ലെന്നും. പക്ഷേ ഓർക്കേണ്ട കാര്യം എന്ന് പറയുമ്പം കെൽവിൻ പ്ലാങ്ക് പറയുന്നത് ഈ മെഷീനാണെന്ത്? PMM2. അതായത് എ മെഷീൻ കനോട്ട് പ്രൊഡ്യൂസ് എ മെഷീൻ പ്രൊഡ്യൂസിങ് വർക്ക് വിത്ത് ഇൻട്രാക്ടിങ് വിത്ത് ഓൺലി 1 റിസർവോയർ. ഇതാണ് PMM2. ഓർത്തോളാം, എന്താണ്? എ മെഷീൻ ഡൂയിങ് വർക്ക് വിത്ത് ഹാവിങ് ഇൻട്രാക്ഷൻ വിത്ത് ഓൺലി 1 റിസർവോയർ. അതായത് വേറെ എങ്ങോട്ടും ഒരു ഹീറ്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഹീറ്റ് നമ്മൾ സിങ്കിലേക്ക് കളയുന്നില്ല. ഇങ്ങനത്തെ ഒരു മെഷീനിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? PMM2 എന്ന് പറയുന്നത്. ഓർത്തോളാം, അപ്പോൾ സെക്കൻഡ് ലോയിലാണ് PMM2. PMM3 എന്ന് പറഞ്ഞിട്ടൊരെണ്ണമുണ്ട്. PMM3 എന്ന് പറയുമ്പോൾ എന്താണ്? PMM3 എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾക്കായിട്ട് ബന്ധമില്ല. ഫ്രിക്ഷൻ, അതായത്
ഫ്രിക്ഷൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ. അതായത് അൺലിമിറ്റഡ് ഒരു പ്രാവശ്യം നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോഴ്സ് ഡിസിപ്പേറ്റ് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് എന്താ ഇൻഫിനിറ്റി വരെ വർക്കിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു മെഷീനാണ് PMM3. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ PMM2 പറഞ്ഞപ്പം. ലാസ്റ്റ് വൺ, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തേർഡ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. തേർഡ് ലോ ആക്ച്വലി ഒരുപാട് ബുക്കുകളിലൊന്നും ഇല്ല അല്ലേ. എല്ലാ ബുക്കുകളിലും 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ മാത്രമേ ഉള്ളൂ. തേർഡ് ലോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആക്ച്വലി വരുന്നില്ല. വേറെ ഒന്നുമില്ല, തേർഡ് ലോ എന്ന് പറഞ്ഞാൽ ഉണ്ട്, റിയലി തേർഡ് ലോ ഉണ്ട്. അതായത് നമ്മൾ തേർഡ് ലോ പറയുന്നത് എന്താ, ഇൻ ഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രോസസ്സസ് വി കനോട്ട് അറ്റൈൻ എന്താണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ അല്ലേ. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, 0 കെൽവിൻ. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എന്ത് പറയുന്നത്, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അതിന് വേറൊരു ഇതുകൊണ്ട്, അറ്റ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ, ഓക്കെ, അതായത് അറ്റ് 0 കെൽവിൻ ദ എൻട്രോപ്പി ഓഫ് എ വിൽ എന്താ റീച്ച് 0. ഓക്കെ, അതായത് അറ്റ് 0 കെൽവിൻ എൻട്രോപ്പി ഓഫ് എ സബ്സ്റ്റൻസ് വിൽ റീച്ച് 0. ഇതാണ് എന്ത് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അപ്പം തേർഡ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്, തേർഡ് ലോ ഈസ് ദ ബേസ് ഫോർ മെഷർമെൻറ്റ് ഓഫ് എൻട്രോപ്പി അല്ലേ. എൻട്രോപ്പി മെഷർ ചെയ്യുന്നതിനൊരു ബേസ് ലൈൻ തന്നേക്കല്ലേ, അതാണ് അപ്പോൾ തേർഡ് ലോ. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് ലോയിൽ എന്താണ്. അപ്പം സെക്കൻഡ് ലോയിൽ പറയുന്നത് എന്താണ്, ഒന്ന് ഓർത്ത് നോക്കി, ഒന്ന് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. സെക്കൻഡ് ലോയിൽ നമുക്ക് പറയുന്നത് എന്താണ്, ഡയറക്ഷൻ ഓഫ് ഫ്ലോ അല്ലേ. അതായത് സെക്കൻഡ് ലോയിൽ ലോ ടെമ്പറേച്ചറിൽ നിന്നും ഹൈ ടെമ്പറേച്ചറിലോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതാണ് എന്ത്, ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്, ഡയറക്ഷൻ ഓഫ് ഫ്ലോ. അപ്പോൾ ഇത്രയാണ് തെർമോഡൈനാമിക് ലോസ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും പഠിക്കുക. ബൈ ബൈ.